കണ്ണൂർ പെരിങ്ങോത്ത് പിഞ്ചുകുഞ്ഞിന്റെ കാലിൽ നിന്ന് കുത്തിവയ്പ് എടുക്കാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തിയ സംഭവത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. ചികിത്സാ പിഴവുകൾ പതിവ് പല്ലവിയാകും പോലെ തുടർ നടപടികളും ഇഴഞ്ഞു നീങ്ങുകയാണ്. പിഞ്ചുകുഞ്ഞിന്റെ കാലിൽ നിന്ന് സൂചി കണ്ടെത്തിയ സംഭവം ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ആ കുഞ്ഞിൻ്റെ ആ 2 മാസം, ഒരു 2 മാസമല്ല, ആ 2 മാസം അനുഭവിച്ച കഷ്ടപ്പാട് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ കുഞ്ഞനുഭവിച്ചത് ശാരീരികമായിട്ട്, നമ്മ അനുഭവിച്ച മാനസികമായിട്ടാണ്. ആ ദിവസങ്ങൾ ശ്രീജുവിന് ഇനിയും മറക്കാൻ സാധിച്ചിട്ടില്ല. ജനിച്ചു വീണ് തൊട്ടടുത്ത ദിവസം മുതൽ 25-ാം നാൾ വരെ കാലിൽ തറച്ച സൂചി കണ്ടെത്തും വരെ കുഞ്ഞനുഭവിച്ച വേദന. കുഞ്ഞിന് 1 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. എന്നാൽ അനുഭവിച്ച വേദനയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒറ്റ ഇതേ ഉണ്ടായുള്ളൂ, അത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അവരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത്. അല്ലാണ്ട് നമുക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ചോദിക്കാനില്ല ഇതാരാ ചെയ്തതെന്ന്. ഇത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ജനിച്ച് 24 മണിക്കൂറിനുള്ളിലെടുത്ത ഇഞ്ചക്ഷനും ആ മുറിവ് പഴുത്തു പൊട്ടിയതും കുഞ്ഞിന്റെ ദുരിതവും കണ്ടു നടത്തിയ പരിശോധനയിലാണ് കാലിലെ മുറിവിൽ നിന്ന് സൂചി കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ പിഴവാണെന്ന് കാട്ടി കുടുംബം പരാതിയും നൽകി. വർഷം 1 കഴിഞ്ഞു. അന്വേഷണം മുറ പോലെ നടന്നെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല. സത്യത്തിൽ അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇത്ര നീളത്തിലുള്ള നീഡിൽ അവർ ഉപയോഗിക്കാറില്ല. അവർ ഉപയോഗിക്കുന്നത് ആകെ ഗവൺമെൻറ് സപ്ലൈയിലെ ഇത് മാത്രമാണെന്നാണ് അവർ തന്ന റിപ്പോർട്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് പിഴവ് പറ്റിയില്ല എന്നാണ് വിശദീകരണം. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടാത്തതിനാൽ പോലീസ് അന്വേഷണവും പൂർത്തിയായില്ല. ചികിത്സാ പിഴവുകളിലെ പതിവ് രീതി എന്നോണം ഇവർക്ക് നീതി അകലെയാകുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.